Hi all, welcome to Competitive Cracker. നമുക്കറിയാം ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. എക്സാം ഉടനെ തന്നെ കാണുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഇതിൻ്റെ ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് അല്ലെങ്കിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവർക്ക് നമ്മുടെ ആപ്പ് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ആപ്പ് നമ്മുടെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഡെയിലി ക്വിസ് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഇത് കൂടാതെ തന്നെ ഈ വീഡിയോയുടെ അടിയിലായിട്ട് ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ഇതൊരു ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്. ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താലും ഇതിൻ്റെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കറിയാം +2 സയൻസ് പഠിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഈ ഒരു ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ ജനറൽ PSC പോലെ ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് മാത്സോ ഇംഗ്ലീഷോ മലയാളമോ ഒരുപാട് വൈഡായിട്ടുള്ള GK ഒന്നും പഠിപ്പിക്കേണ്ട. നമുക്ക് ജസ്റ്റ് സയൻസ് മാത്രം, സയൻസ് ടോപ്പിക്സും പിന്നെ ഒരു 50 മാർക്കിൻ്റെ MLT ടോപ്പിക്കുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ MLT ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ MLT പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് എളുപ്പമായിരിക്കും, പക്ഷെ പഠിച്ചിട്ടില്ലാത്തവർക്ക് കുറച്ച് എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. എന്നിരുന്നാൽ പോലും ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. ഇനിയും നമുക്ക് സമയമുണ്ട്. പഠിച്ചു തുടങ്ങാത്തവർക്ക് ഇനിയായാലും പഠിച്ചു തുടങ്ങിയാൽ തന്നെ പഠിച്ചെടുക്കാവുന്ന ഒരു ടോപ്പിക്കാണ് MLT എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 0/6/23 അതിനകത്ത് വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ കോഡിൽ നിന്ന് വരുന്ന MLT ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പോകുന്നത്. അപ്പം ഇത് 2 പാർട്ടായിട്ടായിരിക്കും പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 25 ക്വസ്റ്റ്യൻസും അടുത്ത പാർട്ടിൽ ഒരു 25 ക്വസ്റ്റ്യൻസുമായിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആസിഡ് പ്രസൻറ്റ് ഇൻ ക്രോമിക് ആസിഡ് സൊല്യൂഷൻ ഈസ്. ഈ ക്രോമിക് ആസിഡ് എന്ന് പറയുന്നത് ഗ്ലാസിൻ്റെ ഒക്കെ ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ് ക്രോമിക് ആസിഡ് സൊല്യൂഷൻ. അപ്പം അതിൻ്റെ അകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോസ്ഫോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഈ പറഞ്ഞ ആസിഡുകളൊക്കെ പോലെ തന്നെ ഇതൊരു ആസിഡ് അല്ല, പകരം ഇതൊരു ആസിഡ് മിക്സ്ചറാണ്. അതായത് ഒരു ആസിഡും മറ്റൊരു കെമിക്കൽ സബ്സ്റ്റൻസും കൂടി ചേരുന്ന ഒരു മിക്സ്ചറാണ് ഏത്, ഈ ക്രോമിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സൾഫ്യൂറോ ക്രോമിക് മിക്സ്ചർ എന്നോ അല്ലെങ്കിൽ ക്രോമോ സൾഫ്യൂറിക് ആസിഡ് എന്നോ ഒക്കെ പറയും അല്ലേ. അപ്പം നമുക്കറിയാം പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും എന്താണ്, എന്തിൻ്റെയോ ക്രോമേറ്റ് ഉണ്ട്. അതായത് സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ ഡൈക്രോമേറ്റും, സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ ഡൈക്രോമേറ്റും അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡും കൂടെ ചേർന്നിട്ടുണ്ടാവുന്ന ഒരു മിശ്രിതമാണ് ഈ ക്രോമിക് ആസിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആസിഡ് പ്രസൻറ്റ് ഇൻ ക്രോമിക് ആസിഡ് സൊല്യൂഷൻ എന്താണ്, അത് വന്നിട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബിയർ ലാംബർട്ട് ലോ ഈസ് അപ്ലൈഡ് ഇൻ ദ. അതായത് ബിയർ ലാംബർട്ട് ലോ എന്ന് പറയുന്നത് താഴെ പറയുന്ന ഏത് ഇൻസ്ട്രുമെന്റിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മൈക്രോസ്കോപ്പ് ഉണ്ട്, ബി PH മീറ്റർ ഉണ്ട്, കളറിമീറ്റർ ഉണ്ട്, ഇൻക്യുബേറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ്, കളറിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ബിയർ ലാംബർട്ട് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ലോ ആണ് ഈ ബിയർ ലാംബർട്ട് ലോ. ഒന്നിലധികം ക്വസ്റ്റ്യനുകളിൽ ഈ ബിയർ ലാംബർട്ട് ലോ സ്പ്ലിറ്റ് ആയിട്ട് ഒരുമിച്ചിട്ടൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ലോ തമ്മിൽ ചേർന്നിട്ട് അല്ലെങ്കിൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോ കമ്പൈൻ ചെയ്തിട്ട് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ബിയർ ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത്, അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അതിനകത്തുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അതായത് ഇതിനകത്തൊരു പെർട്ടിക്കുലർ ലൈറ്റ് എന്ത് ചെയ്യുന്നു, ഓരോ സബ്സ്റ്റൻസും പർട്ടിക്കുലർ ഒരു വേവ് ലെങ്തിലുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യും. അപ്പോൾ അബ്സോർബ് ചെയ്യപ്പെടുന്ന ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, എത്രത്തോളം കോൺസെൻട്രേഷൻ ഉണ്ടോ അതിന് പ്രൊപ്പോർഷൻ ആയിരിക്കും. അതായത് കൂടുതൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ ലൈറ്റ് അബ്സോർബ് ചെയ്യപ്പെടും, കുറച്ചാണെങ്കിൽ കുറച്ച് ലൈറ്റ് അബ്സോർബ് ചെയ്യപ്പെടും. അതാണ് ബിയർ ലോയിൽ പറയുന്നത്. ലാംബർട്ട് ലോയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സബ്സ്റ്റൻസിന്റെ ഈ ഒരു സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷന്റെ ലെങ്ത് ഉണ്ടല്ലോ, അത് ഇരിക്കുന്ന ആ ഒരു ലെങ്ത് എത്രത്തോളം ഏരിയയിലാണ് അത് കിടക്കുന്നത്, അപ്പം അത്രയും ഡിസ്റ്റൻസിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത്രത്തോളം എന്താണ് കൂടുതലായിട്ടായിരിക്കും അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പം കൂടുതൽ സൊല്യൂട്ട് ഉണ്ടെങ്കിലല്ലേ അത് അത്രയും ഡിസ്റ്റൻസിലായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പം എന്ത് ചെയ്യുന്നു, കൂടുതൽ ലൈറ്റ് അവിടെ അബ്സോർബ് ചെയ്യപ്പെടും. അതാണ് ലാംബർട്ട് ലോ എന്ന് പറയുന്നത്. അതായത് ലെങ്ത് ഓഫ് ദ സൊല്യൂട്ട് അതിന് പ്രൊപ്പോർഷനിലായിരിക്കും ലൈറ്റ് അബ്സോർബ് എന്ന് പറയുന്നതായിരിക്കും ലാംബർട്ട് ലോ. ഓക്കെ, അപ്പോൾ ഈ 2 ലോയുടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ബിയർ ലാംബർട്ട് ലോ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറിമീറ്റർ ആണ്. ഓക്കെ, കളറിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റൻസിന്റെ ഒക്കെ കോൺസെൻട്രേഷനെ മെഷർ
മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് കളറിമീറ്റർ എന്ന് പറയുന്നത്. ഇൻക്യുബേറ്റർ നമുക്കറിയാം, അതായത് നമ്മൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൾച്ചർ മീഡിയ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇൻക്യുബേറ്റർ. pH മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് pH ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ്. മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓർഗാനിസത്തിനെ വലുതായിട്ടൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബിയർ ലാംബർട്ട് ലോ ഈസ് അപ്ലൈഡ് ഇൻ ദ എന്താണ് ആൻസർ വന്നിട്ട് സി കളറിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലബോറട്ടറി ഇൻക്യുബേറ്റർ ഈസ് യൂഷ്വലി സെറ്റ് വിത്ത് എ ടെമ്പറേച്ചർ ഓഫ്. അപ്പോൾ ലബോറട്ടറി ഇൻക്യുബേറ്റർ ഈസ് യൂഷ്വലി സെറ്റ് വിത്ത് എ ടെമ്പറേച്ചർ ഓഫ്. താഴെ പറയുന്നതിൽ ഏത് ടെമ്പറേച്ചറിലാണ് ലബോറട്ടറി ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 8 ഡിഗ്രി, 100 ഡിഗ്രി, 56 ഡിഗ്രി, 37 ഡിഗ്രി. നമുക്കറിയാം നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയിൽ ഹ്യൂമൻ ബോഡിയിൽ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് വളരും അല്ലെ. അതെന്തുകൊണ്ടാണ്? കാര്യം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഒരു ക്ലോസ് ടു എന്താണ് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം ഈ 8 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഭയങ്കര കുറവ് ടെമ്പറേച്ചറാണ്. 100 ഡിഗ്രി 56 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കൂടുതലാണ്. അപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ ഈ ഒരു മീസോഫിലിക് ബാക്ടീരിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മൈക്രോ ഓർഗാനിസംസ് വളരുന്നത് ഈ ഒരു മീസോഫിലിക് കാറ്റഗറിയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25 മുതൽ ഒരു 48 ഒക്കെ വരുന്ന ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിലാണ് കൂടുതൽ മൈക്രോ ഓർഗാനിസംസ് ഗ്രോ ചെയ്യുന്നത്. അപ്പം അതിൽ തന്നെ ഏറ്റവും എന്ത് ചെയ്യുന്നു ആപ്റ്റായിട്ടുള്ള ടെമ്പറേച്ചറാണ് നമ്മുടെ 37 ഡിഗ്രി സെൽഷ്യസ്. കാര്യം അത് നമ്മുടെ ഹ്യൂമൻ ടെമ്പറേച്ചറിന് ക്ലോസ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ്. അപ്പം ഈ ഒരു ടെമ്പറേച്ചറാണ് ഇത് നമ്മുടെ ലബോറട്ടറി ഇൻക്യുബേറ്ററിലൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഡി ആണ്, 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു കീപ് കെമിക്കൽസ് ഫ്രീ ഫ്രം വാട്ടർ അല്ലെ. അതായത് നമ്മൾ ലാബിലൊക്കെ ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്യും. അപ്പം അതിനെ വാട്ടറിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ പറയുവാണെങ്കിൽ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാൻ താഴെ പറയുന്നതിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഹോട്ട് എയർ ഓവൻ, ഇൻക്യുബേറ്റർ, ഡെസിക്കേറ്റർ, സീസ് ഫിൽറ്റേഴ്സ്. ഓക്കെ, ഇപ്പം ഇവിടുത്തെ ആൻസർ വന്നിട്ട് എന്താണ്? ഡെസിക്കേറ്റർ ആണ് ആൻസർ ആയിട്ട് വരിക. ഡെസിക്കേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഈർപ്പം എന്ത് ചെയ്യുന്നു വലിച്ചെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മോയ്സ്ചർ ഫ്രീ ആയിട്ട് സൂക്ഷിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഡെസിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സിലിക്ക ജെല്ല് പോലത്തെയൊക്കെ സബ്സ്റ്റൻസുകളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നു ഇത് മോയ്സ്ചർ ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി ഹോട്ട് എയർ ഓവൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഹോട്ട് എയർ ഓവൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സ്റ്റെറിലൈസേഷൻ ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്നത്. പിന്നെ ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത് നമ്മൾ കൾച്ചറൊക്കെ അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് മീഡിയം പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ആർട്ടിഫിഷ്യലി ഒരു ഗ്രോത്ത് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇൻക്യുബേറ്റർ. സീസ് ഫിൽറ്റർ എന്നൊക്കെ പറയുന്നത് ചിലതരം ലിക്വിഡ്സിന്റെ ഒക്കെ എന്താണ് ഫിൽട്രേഷൻ ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വന്നിട്ട് എന്താണ്? ഓപ്ഷൻ സി ആണ്, ഡെസിക്കേറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രിപ്പയർഡ് ഫ്രം. ഓപ്ഷൻ എ ബെൻസാൽഡിഹൈഡ്, ഓപ്ഷൻ ബി ഗ്ലൂട്ടറാൽഡിഹൈഡ്, ഓപ്ഷൻ സി ഹൈപ്പോക്ലോറേറ്റ്, ഓപ്ഷൻ ഡി സോഡിയം ക്ലോറൈഡ്. ഓക്കെ, അപ്പൊ ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർ ചെയ്യുന്ന ഇതിൽ നിന്നാണ്? ഹൈപ്പോക്ലോറേറ്റിൽ നിന്നാണ്. അല്ലെങ്കിൽ എന്ത് പറയാം, അതായത് നമ്മുടെ ക്ലോറിൻ ഗ്യാസ് സ്ലേക്കറ്റ് ലൈമിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇവിടെ ഈ ഹൈപ്പോക്ലോറേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്ലോറിന്റെ അയോൺസ് എന്നുള്ള രീതിയിലാണ് ഹൈപ്പോക്ലോറേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലോറൈഡ് ഗ്യാസിന് അല്ലെങ്കിൽ ക്ലോറിൻ ഗ്യാസിന് കാൽഷ്യം ഓക്സിക്ലോറൈഡ് അല്ലെ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അതാണ് നമ്മുടെ സ്ലേക്കറ്റ് ലൈം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ എന്ത് പറയാം, കാൽഷ്യം ഓക്സിക്ലോറൈഡ് എന്ന് പറയാം കേട്ടോ. കാൽഷ്യം ഓക്സിക്ലോറൈഡ് എന്ന് പറയാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കാൽഷ്യം മോളിക്കൂൾ വന്നു, ഒരു ഓക്സിജൻ മോളിക്കൂൾ വന്നു, 2 ക്ലോറിനും വന്നു, പിന്നെ എന്തുണ്ട് ബാക്കി? നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസും ഉണ്ട് അല്ലെ. ഹൈഡ്രജനും 2 H2 ഉണ്ട്, പിന്നെ ഒരു ഓയും ഉണ്ട്. അതായത് ഒരു വാട്ടർ മോളിക്കൂളും ഒരു കാൽഷ്യം ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ നമ്മുടെ ബ്ലീച്ചിങ് പൗഡറും ഫോം ചെയ്യുന്നത്. അപ്പോൾ ക്ലോറിനെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലേക്കറ്റ് ലൈം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്ലേക്കറ്റ് ലൈമിലൂടെ പാസ് ചെയ്തുകൊണ്ടാണ് എന്ത് പറയുന്നത്? നമ്മുടെ ഒരു ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത്. അതായത് ഇവിടെ ഈ ഹൈപ്പോക്ലോറൈറ്റ് ഉദ്ദേശിക്കുന്നത് ക്ലോറിൻ അയോൺസിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സൊല്യൂഷൻ വിച്ച് നോ മോർ സോൾട്ട് ഈസ് ഏബിൾ ടു ഡിസോൾവ് അല്ലേ. അതായത് നമ്മളൊരു സൊല്യൂഷൻ എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കുകയാണ്, അതിനകത്തോട്ട് നമ്മൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഡിസോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് ഇനി സോൾട്ട് ഒന്നും എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ചെയ്യത്തില്ല. പകരം നമ്മൾ മിക്സ് ചെയ്യുന്ന സോൾട്ട് അടിയിൽ തന്നെ ഇങ്ങനെ സെറ്റിലായി കിടക്കും അല്ലേ. അങ്ങനത്തുള്ള ആ ഒരു സൊല്യൂഷനെ നമ്മൾ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ സാച്ചുറേറ്റ് സൊല്യൂഷൻ, ഓപ്ഷൻ ബി പേഴ്സൺ സൊല്യൂഷൻ, ഓപ്ഷൻ സി മോളാർ സൊല്യൂഷൻ ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ അല്ലെ. അപ്പം ഇവിടുത്തെ ആൻസർ വന്നിട്ട് എന്താണ്? സാച്ചുറേറ്റ് സൊല്യൂഷൻ. സാച്ചുറേറ്റ് സൊല്യൂഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സാച്ചുറേറ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളൊരു ഗ്ലാസ് വാട്ടർ എടുക്കുക
എടുക്കുന്നു, നമ്മൾ സോൾട്ട് മിക്സ് ചെയ്യുന്നു, അത് എന്ത് ചെയ്യുന്നു, ഇത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യും. ഡിസോൾവ് ചെയ്ത് ഒരു ഘട്ടം എത്തുമ്പോൾ എന്ത് ചെയ്യും, ഇനി അതിനകത്ത് സോൾട്ട് ഒന്നും ഡിസോൾവ് ചെയ്യില്ല. ഓക്കെ, പിന്നീട് ഇടുന്ന സോൾട്ട് അതിനകത്ത് അങ്ങനെ തന്നെ അടിഞ്ഞു കിടക്കും. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ്ലി ഡിസോൾവിങ് അറ്റൈൻ ചെയ്ത ആ ഒരു സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. പെർസെൻറ്റേജ് സൊല്യൂഷൻ എന്താണ്, പേരിൽ തന്നെ ഉണ്ടല്ലേ. നമ്മളിപ്പോൾ 80% എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ, അതിനകത്ത് എത്രയാണ്, 80% ആ സൊല്യൂട്ട് ഉള്ളത്. അതാണ് നമ്മുടെ ഈ ഒരു പെർസെൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി മോളാർ സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 1 ലിറ്റർ ലിക്വിഡിനകത്ത് അല്ലെങ്കിൽ വാട്ടറിനകത്ത് 1 m സൊല്യൂട്ടിൻ, അതായത് 1 മോളാർ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ വരുന്നതാണ് എന്ത്, മോളാർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, അളവുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സൊല്യൂഷനാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സാച്ചുറേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, നോ മോർ സോൾട്ട് ഈസ് ഏബിൾ ടു ഡിസോൾവ്. അതാണ് സാച്ചുറേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻഫ്ലെയിമബിൾ കെമിക്കൽ. ഓക്കെ, താഴെ പറയുന്നതിൽ ഏതാണ് ഇൻഫ്ലെയിമബിൾ അല്ലെ. ഇൻഫ്ലെയിമബിൾ എന്ന് വെച്ചാൽ എന്താണ്, പെട്ടെന്ന് കത്തുന്നത്, അതാണ് ഇൻഫ്ലെയിമബിൾ എന്ന് പറയുന്നത്. താഴെ പറയുന്നതിൽ ഏതാണ് ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള കെമിക്കൽ, സൈലീൻ ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, ക്ലോറോഫോം ഉണ്ട്, ഓൾ ദ 3 അല്ലെ. ഇവിടുത്തെ ആൻസർ വന്നിട്ട് 3 എന്താണ് ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള കെമിക്കലാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്തത് റിവേഴ്സ് ഓസ്മോസിസ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ. റിവേഴ്സ് ഓസ്മോസിസ് എന്ന് വെച്ചാൽ, ഓസ്മോസിസ് എന്ന് വെച്ചാൽ എന്താണ്, അതായത് ഒരു ഹൈപ്പർട്ടോണിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ നിന്ന് അല്ലെങ്കിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു, വാട്ടറിന്റെ മൂവ്മെന്റ് വരുന്നു, അതാണ് ഓസ്മോസിസ് അല്ലെ. ഇപ്പൊ റിവേഴ്സ് ഓസ്മോസിസ് എന്താണ്, അതിന്റെ ഓപ്പോസിറ്റ്, അതായത് യൂഷ്വലി ഉള്ള ആ ഒരു സോൾവെന്റിന്റെ മൂവ്മെന്റ് നടക്കാതെ എന്ത് ചെയ്യുന്നത്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ മൂവ്മെന്റ് നടക്കുന്നു, അതാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അത് താഴെ പറയുന്ന എന്ത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡിസിൻഫെക്റ്റന്റ്, ഓപ്ഷൻ ബി ഡീഅയണൈസ്ഡ് വാട്ടർ, ഡിസ്റ്റിൽഡ് വാട്ടർ, നൺ ഓഫ് ദീസ്. ഓക്കെ, ഇവിടെ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് ഡീഅയണൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ എന്താണ്, അയോൺസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി ആണ്, ഡീഅയണൈസ്ഡ് വാട്ടർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഫോർ എ കെമിക്കൽ ദാറ്റ് ഈസ് കെപ്റ്റ് അണ്ടർ വാട്ടർ. അതായത് വെള്ളത്തിന്റെ അടിയിൽ സൂക്ഷിക്കുന്ന കെമിക്കലിന്റെ ഒരു എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സോഡിയം, ബി പിക്രിക് ആസിഡ്, ഓപ്ഷൻ സി കാൽഷ്യം കാർബണേറ്റ്, ഓപ്ഷൻ ഡി സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ വന്നിട്ട് വെള്ളത്തിന്റെ അടിയിൽ സൂക്ഷിക്കുന്ന കെമിക്കൽ എന്ന് പറയുന്നത് പിക്രിക് ആസിഡ് ആണ് അല്ലെ. എന്തുകൊണ്ടാണ് പിക്രിക് ആസിഡ് സൂക്ഷിക്കുന്നത്, കാര്യം പിക്രിക് ആസിഡ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് പെട്ടെന്നൊരു എക്സ്പ്ലോസീവ് നേച്ചർ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തീ പിടിക്കുന്ന ഒരു നേച്ചർ കാണിക്കും. അതുകൊണ്ടാണ് പിക്രിക് ആസിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വെള്ളത്തിന്റെ അടിയിൽ സൂക്ഷിക്കുന്നത്. സോഡിയത്തിനെ നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നത്, സോഡിയവും കെറോസിനും ഒക്കെ നമ്മൾ എങ്ങനെ സോഡിയം പൊട്ടാസ്യം ഒക്കെ നമ്മൾ എങ്ങനെയാണ്, കെറസിനിലാണ് സൂക്ഷിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ മണ്ണെണ്ണയിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പം ഇവിടുത്തെ ആൻസർ, അതായത് കെമിക്കൽ ദാറ്റ് ഈസ് കെപ്റ്റ് അണ്ടർ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, പിക്രിക് ആസിഡ് ആണ്. ഇനി അടുത്തത്, ഹോസ്പിറ്റൽ വേസ്റ്റ് ലൈക്ക് യൂസ്ഡ് സിറിഞ്ച്, നീഡിൽ എക്സെട്ര സ്റ്റോർഡ് ഇൻ വിച്ച് കളേർഡ് ബിൻ അല്ലെ. അതായത് ഇത് നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിനകത്ത് അല്ലെ കളർ കോഡിങ് ഫോർ വേസ്റ്റിന്റെ ആ ഒരു ഡിസ്പോസലിന് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ ഒരു കളർ കോഡിങ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പം ഹോസ്പിറ്റലിലെ വേസ്റ്റിലേക്ക് യൂസ്ഡ് സിറിഞ്ച്, അതുപോലെ തന്നെ നീഡിൽ അല്ലെ, ഇതൊക്കെ എന്താണ്, ഷാർപ്പാണ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ മുറിയുന്ന ടൈപ്പ് ഷാർപ്പായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പൊ ഇത് ഏത് കളർ ബിന്നിലാണ് നമ്മൾ ഇടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ വന്നിട്ട് ഏതാണ്, വൈറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. വൈറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. റെഡിൽ ഏതാ ഇടുന്നത്, റെഡിൽ നമ്മൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഒക്കെയാണ് നമ്മൾ റെഡിൽ ഇടുന്നത്. ഓക്കെ, ഇനി യെല്ലോയിൽ ഏതാണ്, യെല്ലോയിൽ നമ്മുടെ ഈ പസ് പോലത്തെ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ വരുന്നതാണ് ഇത് യെല്ലോയിൽ ഇടുന്നത്. ബ്ലൂവിൽ വരുന്ന ഏതാണ്, ബ്ലൂ അല്ലെ. ബ്ലൂ എന്ന് പറയുമ്പോൾ ഡീപ് ബ്ലൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഗ്ലാസിന്റെ പോലത്തെ കളർ അല്ലേ. അപ്പൊ ഗ്ലാസ് മെറ്റീരിയൽസ് ഒക്കെയാണ് നമ്മൾ ബ്ലൂ കളറിൽ ഡിസ്പോസ് ചെയ്യുന്നത്. പിന്നെ ബ്ലാക്ക് കളർ ഉണ്ട്. ബ്ലാക്ക് കളർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ജനറൽ വേസ്റ്റ് ഒക്കെ ഈ ഒരു ബ്ലാക്ക് കളേർഡ് ബിന്നിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ആൻസർ എന്താണ്, ഷാർപ്പ് ലൈക്ക് യൂസ്ഡ് സിറിഞ്ച് അല്ലെങ്കിൽ നീഡിലൊക്കെ എങ്ങനെയാണ്, അത് വൈറ്റിനകത്തേക്കാണ് പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ABO ബ്ലഡ് ട്യൂബ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആന്റൺ വോൺ ലീവൻഹോക്ക്, റോബർട്ട് ഫ്രോസ്റ്റ്, ലൂയി പാസ്റ്റർ, കാൾ ലാൻസ്റ്റീനർ. അതായത് നമ്മുടെ ബ്ലഡ് ട്യൂബിംഗ് സിസ്റ്റം ഇല്ലേ, ABO എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു ബ്ലഡ് ട്യൂബിംഗ് സിസ്റ്റം ആരാണ് കണ്ടുപിടിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാരാണ്, കാൾ ലാൻസ്റ്റീനർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആന്റൺ വോൺ ലീവൻഹോക്ക് ആരാണ്, ആ പുള്ളിക്കാരനാണ് ഫാദർ ഓഫ് മൈക്രോസ്കോപ്പ് എന്നറിയപ്പെടുന്നത്, മൈക്രോബയോളജി എന്നറിയപ്പെടുന്നത്, ഫാദർ ഓഫ് മൈക്രോബയോളജി എന്നറിയപ്പെടുന്നത് പുള്ളിയാണ്. അതുപോലെ തന്നെ റോബർട്ട്
റോബർട്ട് ഫ്രോസ്റ്റ് ആരാണ്? പുള്ളി ഒരു ഇംഗ്ലീഷ് പോയറ്റ് ആണ്. ലൂയി പാസ്റ്റർ ആണ് നമ്മുടെ പാസ്ചറൈസേഷൻ അല്ലെ, പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന ലിക്വിഡ്സിനെയൊക്കെ കേടുകൂടാണ്ട് സൂക്ഷിക്കുന്ന ആ ഒരു മെത്തേഡ്സിനെ കണ്ടുപിടിച്ച ആരാണ്? ലൂയി പാസ്റ്റർ ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കാൾ ലാൻഡ്സ്റ്റീനർ ആണ്. ഇനി അടുത്തത്, ഇൻ ACD സൊല്യൂഷൻ എറിത്രോസൈറ്റ്സ് ഗെറ്റ് എനർജി ഫ്രം ഗ്ലൂക്കോസ്, സിട്രേറ്റ്, സിട്രിക് ആസിഡ്, ഹീമോഗ്ലോബിൻ. ഓക്കെ, അപ്പൊ ഈ ACD എന്ന് പറയുന്നത് എന്താണ്? ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോ സൊല്യൂഷൻ ആണ്. ഓക്കെ, ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോ സൊല്യൂഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും എന്താണ്, അതായത് ഇതിനകത്ത് സിട്രിക് ആസിഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സോഡിയം സിട്രേറ്റ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഡെക്സ്ട്രോസും വരുന്നുണ്ട്. ഡെക്സ്ട്രോസ് എന്ന് പറയുന്നത് എന്താണ്? അത് ശരിക്കും പറഞ്ഞാൽ ഡി ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിന്റെ തന്നെ ഈ അലൈൻമെന്റ് അല്ലെങ്കിൽ അതിന്റെ കോൺഫിഗറേഷനിലുള്ള അറേഞ്ച്മെന്റിലുള്ള വ്യത്യാസം വെച്ചിട്ടാണ് ഡെക്സ്ട്രോസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഡെക്സ്ട്രോസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഗ്ലൂക്കോസ് ആണ് അല്ലെ. അപ്പൊ ഗ്ലൂക്കോസ് ആണ് ഏത് നമ്മുടെ ഈ ഒരു സൊല്യൂഷനിൽ എറിത്രോസൈറ്റ്സിന് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? ഗ്ലൂക്കോസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ഗ്ലൂക്കോസ് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻവെസ്റ്റിഗേറ്റഡ് ഡ്യൂറിംഗ് ഡോണർ സെലക്ഷൻ ഇൻ ബ്ലഡ് ബാങ്ക് അല്ലെ. അതായത് ബ്ലഡ് ബാങ്കിലേക്കൊക്കെ ബ്ലഡ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഡോണറിന്റെ എന്ത് ഡീറ്റെയിൽ ആണ് അല്ലെങ്കിൽ എന്ത് ക്രൈറ്റീരിയ ആണ് നമ്മൾ നോട്ട് ഇൻവെസ്റ്റിഗേറ്റഡ് എന്ന് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ചിലപ്പോൾ എന്താണ് ഇൻവെസ്റ്റിഗേറ്റഡ് എന്നായിരിക്കും വരുന്നത്. ഈ നോട്ട് നമ്മൾ ശ്രദ്ധിക്കില്ല. ഇപ്പൊ അതുപോലെ തന്നെ PSC എന്താണ് കൂടുതലായിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ABC അല്ലെങ്കിൽ ഓൾ ഓഫ് ദീസ് അല്ലെങ്കിൽ BCD ഒള്ളി അങ്ങനെയൊക്കെ ആയിരിക്കും ഓപ്ഷൻസ് വരിക. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ എന്താണ് ഇവിടുത്തെ ആൻസർ? ഏതാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാത്തത് അല്ലെ? ഹീമോഗ്ലോബിൻ നോക്കും അല്ലെ. ഹീമോഗ്ലോബിൻ നമ്മൾ നോക്കുന്ന ഒരു ക്രൈറ്റീരിയ ആണ്. ഡോണറിന്റെ വെയിറ്റ് അല്ലെ, ബ്ലഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന സമയത്ത് ഡോണറിന്റെ വെയിറ്റ് നമ്മൾ നോക്കും. അതുപോലെ തന്നെ പൾസ്, അതായത് പ്രോപ്പർ ആയിട്ടുള്ള പമ്പിങ് ഒക്കെ നടക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് പൾസ് നോക്കും. പക്ഷെ എന്ത് നോക്കില്ല? റിലേഷൻഷിപ്പ് വിത്ത് ദ പേഷ്യന്റ് നോക്കില്ല അല്ലെ. ആരാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുള്ളത് നമുക്കറിയണ്ട. അവിടെ നമ്മൾ റിലേഷൻഷിപ്പ് വിത്ത് ദ പേഷ്യന്റ് നോക്കില്ല. പക്ഷേ ബ്ലഡ് ഗ്രൂപ്പ്, ഹീമോഗ്ലോബിൻ, വെയിറ്റ് ഓഫ് ദ ഡോണർ, പൾസ്, ഇതൊക്കെ നമ്മൾ നോക്കും. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ്, റിലേഷൻഷിപ്പ് വിത്ത് പേഷ്യന്റ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാക്യൂട്ടൈനർ വിത്ത് റെഡ് ടോപ്പ് കണ്ടെയ്നിങ്. ഓക്കെ, കണ്ടെയ്നിങ് ഏത് ആന്റി കോയാഗുലന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വാക്യൂട്ടൈനർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിന്റെ കളർ കോഡിങ് ആഡ് ചെയ്യുന്ന ആന്റി കോയാഗുലന്റ് ഏതാണ്, അതുപോലെ തന്നെ എന്താണ് പർപ്പസ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം വാക്യൂട്ടൈനർ വിത്ത് റെഡ് ടോപ്പ് കണ്ടെയ്നിങ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ആന്റി കോയാഗുലന്റ് ആണ്? ഓക്കെ, ഹെപ്പാരിൻ, EDTA, നോ ആന്റി കോയാഗുലന്റ്, സോഡിയം സിട്രേറ്റ്. ഇവിടുത്തെ ആൻസർ വന്നിട്ട് നമ്മുടെ വാക്യൂട്ടൈനറിന്റെ ക്യാപ്പ് റെഡ് കളർ ആണെങ്കിൽ അതിന്റെ അർത്ഥം അതിനകത്ത് ഒരു ആന്റി കോയാഗുലന്റും ആഡ് ചെയ്ത് ില്ല എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഹെപ്പാരിൻ ആണെങ്കിൽ അതിന്റെ കളറിന്റെ ക്യാപ്പ് ഏത് കളറായിരിക്കും? ഗ്രീൻ കളർ ക്യാപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, EDTA ആണെങ്കിൽ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ഒക്കെ എടുക്കുന്ന സമയത്ത് EDTA ആയിരിക്കും നമ്മുടെ ആന്റി കോയാഗുലന്റ് ആയിട്ട് ആഡ് ചെയ്യുക. അപ്പൊ ആ സമയത്ത് പർപ്പിൾ അല്ലെ, അതായത് ഒരു വയലറ്റ് പോലത്തെ കളർ അല്ലെങ്കിൽ ഒരു ലാവൻഡർ കളർ എന്നൊക്കെ പറയാം, ആ ഒരു കളർ ടോപ്പ് ആയിരിക്കും ഉണ്ടാവുക. സോഡിയം സിട്രേറ്റ്, സോഡിയം സിട്രേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കോയാഗുലേഷൻ സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ടാണ് സോഡിയം സിട്രേറ്റ് ആഡ് ചെയ്യുന്നത്. അതിന്റെ കളർ എന്താണ്? ബ്ലൂ കളറാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, സോഡിയം സിട്രേറ്റ് അല്ലെ, സി എന്ന് പറയുമ്പോൾ എന്താണ്? ബ്ലൂ കളറാണ്. അങ്ങനെ വല്ല ഓർത്തിരിക്കുക, കാര്യം കുറേ കളേഴ്സ് നമ്മളിങ്ങനെ പലയിടത്തായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ റെഡ് കളർ ടോപ്പ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഒരു സാമ്പിളിനകത്ത് ഒരു ആന്റി കോയാഗുലന്റും ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആന്റി കോയാഗുലന്റ് ഇൻഹിബിറ്റ് ത്രോംബിൻ. ഓക്കെ, ത്രോംബിൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലോട്ടിങ്ങിനകത്തൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ത്രോംബിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ താഴെ പറയുന്ന ആന്റി കോയാഗുലൻസിൽ ഏതാണ് ത്രോംബിന്റെ ഫംഗ്ഷനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ക്ലോട്ടിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്നത്? ഓക്കെ, ഓപ്ഷൻ ഡബിൾ ഓക്സലേറ്റ്, ഓപ്ഷൻ ബി EDTA, സിട്രേറ്റ്, ഹെപ്പാരിൻ. അപ്പൊ ഇവിടുത്തെ ആൻസർ വന്നിട്ട് ഏതാണ്? ഹെപ്പാരിൻ ആണ്. ഹെപ്പാരിൻ ആണ് ത്രോംബിന്റെ ഫംഗ്ഷനെ അല്ലെങ്കിൽ ത്രോംബിന്റെ ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് ക്ലോട്ടിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്നത് ആരാണ്? ഹെപ്പാരിൻ ആണ്. ഓക്കെ, നേരെ മറിച്ച് ഡബിൾ ഓക്സലേറ്റ് എന്താ ചെയ്യുന്നത്? ഡബിൾ ഓക്സലേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബ്ലഡിന്റെ ക്ലോട്ടിങ്ങിനകത്ത് കാൽഷ്യം അയോൺസ് ഇമ്പോർട്ടന്റ് ആണ്. ഈ കാൽഷ്യം അയോൺസിനെ വിട്ടുകൊടുക്കാതെ എന്ത് ചെയ്യുന്നു? ഇതങ്ങ് ബൈൻഡ് ചെയ്തിട്ട് കാൽഷ്യം ഓക്സലേറ്റ് ആയിട്ട് മാറ്റും. ഓക്കെ, അങ്ങനെയാണ് ഡബിൾ ഓക്സലേറ്റ് വർക്ക് ചെയ്യുന്നത്. EDTയും സിട്രേറ്റും എങ്ങനെയാണ്? കീലേറ്റിംഗ് ഏജന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന കീലേറ്റിംഗ് ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഏതാണ്? ത്രോംബിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആന്റി കോയാഗുലന്റ് വന്നിട്ട് ഓപ്ഷൻ ഡി ആണ്, ഹെപ്പാരിൻ ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ദ സെൽസ് പ്രസന്റ് ഇൻ എ ഹെൽത്തി അഡൾട്ട് ഹാസ്
3 lakhs per cubic millimeter of blood. 1 cubic millimeter of bloodil 3 lakhs എന്ന് പറയുന്ന ആ ഒരു നമ്പർ കാണിക്കുന്ന ഏത് ബ്ലഡ് സെല്ലാണ്? ഓപ്ഷൻ RBC, പ്ലേറ്റ്ലെറ്റ്, ന്യൂട്രോഫിൽ, അഗ്രാനുലോസൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ വന്നിട്ട് ഏതാണ്? ഓപ്ഷൻ ബി, പ്ലേറ്റ്ലെറ്റ്സ് ആണ് വരുന്നത്. അതായത് 3 lakhs per cubic millimeter of blood വരുന്നത് ഏതാണ്? പ്ലേറ്റ്ലെറ്റ്സ് ആണ്. RBC എത്രയാണ്? RBC വന്നിട്ട് 4 മുതൽ 6 മില്യൺ ആണ് കേട്ടോ. 6 മില്യൺ ആണ്. മില്യൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ലാക്സിൽ പറയുമ്പോൾ 10 ലക്ഷമാണ് അല്ലെ, ഇവിടെ ലാക്സേ വരുന്നുള്ളൂ. ഇനി നമ്മുടെ ന്യൂട്രോഫിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂട്രോഫിൽസ് ശരിക്കും അങ്ങനെ നമ്പറായിട്ടല്ല പറയുന്നത്. WBCയുടെ ഒരു കൗണ്ട് നമ്മൾ പറയുന്നത് 5,000 to 10,000 ആണ്. ഓക്കെ, 5,000 to 10,000 ആണ് പറയുന്നത്. ഇതിന്റെ 40 to 60% ഏത്? ന്യൂട്രോഫിൽസ് വരുന്നത് കേട്ടോ. 40 to 60% ഏത്? ടോട്ടൽ WBC കൗണ്ടിന്റെ 40 to 60% വരുന്നതാണ് ന്യൂട്രോഫിൽസ്. അപ്പം WBC കൗണ്ട് 5,000 to 10,000 ആണ് കേട്ടോ. ലാക്സിലല്ല വരുന്ന, 5,000 to 10,000 ആണ്. ഈ 5,000 അല്ലെങ്കിൽ 10,000ന്റെ 40 മുതൽ 60% ആര് വരുന്നത്? ന്യൂട്രോഫിൽസ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ 3 lakhs per cubic millimeter of blood വരുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലീഷ്മാൻ സ്റ്റെയിൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അല്ലെ, താഴെ പറയുന്ന എന്ത് ടൈപ്പ് ഓഫ് സ്റ്റെയിൻ എക്സാമ്പിൾ ആണ്? ലീഷ്മാൻ സ്റ്റെയിൻ, റൊമനോസ്കി സ്റ്റെയിൻ ഉണ്ട്, അസിഡിക് സ്റ്റെയിൻ ഉണ്ട്, ബേസിക് സ്റ്റെയിൻ ഉണ്ട്, സുപ്രാവൈറ്റൽ സ്റ്റെയിൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അസിഡിക് സ്റ്റെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മുടെ സെല്ലിനകത്തുള്ള അസിഡിക് കോമ്പണൻസിനെയൊക്കെ സ്റ്റെയിൻ ചെയ്യുന്നതാണ് അസിഡിക് സ്റ്റെയിൻ. ബേസിക് സ്റ്റെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബേസോഫിലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് സബ്സ്റ്റൻസിനെയൊക്കെ സ്റ്റെയിൻ ചെയ്യുന്നതാണ് ബേസിക് സ്റ്റെയിൻ എന്ന് പറയുന്നത്. സുപ്രാവൈറ്റൽ സ്റ്റെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന ഒരു സെല്ല്, അതെ, അത് ലൈവായിട്ട് തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സ്റ്റെയിൻ ആണ് സുപ്രാവൈറ്റൽ സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഇനി റൊമനോസ്കി സ്റ്റെയിൻ എന്ന് പറയുന്നത് എന്താണ്? ആ സ്റ്റെയിനകത്ത് 2 കോമ്പണന്റ് ഉണ്ടായിരിക്കും. അതായത് അസിഡിക് ആയിട്ടുള്ളൊരു കോമ്പണന്റും ഉണ്ടായിരിക്കും, ബേസിക് ആയിട്ടുള്ളൊരു കോമ്പണന്റും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ അസിഡിക് ആൻഡ് ബേസിക് കോമ്പണന്റ് വരുന്ന സ്റ്റെയിൻസിനെയാണ് നമ്മൾ റൊമനോസ്കി സ്റ്റെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലീഷ്മാൻ സ്റ്റെയിൻ എന്താണ്? അതൊരു റൊമനോസ്കി സ്റ്റെയിൻ ആണ്. കാര്യം ഇതിനകത്ത് 2 കോമ്പണന്റ്സ് വരുന്നുണ്ട്. ലീഷ്മാൻ സ്റ്റെയിനകത്ത് 2 കോമ്പണന്റ്സ് വരുന്നുണ്ട്. ഒരു അസിഡിക് പാർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ബേസിക് പാർട്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ബേസിക് സ്റ്റെയിൻ ആണ് ഏത്? അസിഡിക് സ്റ്റെയിൻ ആണ് ഇയോസിൻ എന്ന് പറയുന്ന സ്റ്റെയിൻ കേട്ടോ. ഇയോസിൻ എന്ന് പറയുന്ന സ്റ്റെയിൻ. അതിലൊക്കെ ബേസിക് സ്റ്റെയിൻ ആണ് എന്ത്? മെത്തിലീൻ ബ്ലൂ. ഓക്കെ, മെത്തിലീൻ ബ്ലൂ അല്ലെങ്കിൽ അതിന്റെ ഓക്സിഡേറ്റീവ് കോമ്പോണന്റ് ആയിട്ടുള്ള അസൂർബി ഒക്കെ വരും. അപ്പം മെത്തിലീൻ ബ്ലൂ എന്ന് പറയുന്നത് ബേസിക് സ്റ്റെയിനും അസിഡിക് സ്റ്റെയിൻ ആണ് ഇയോസിൻ എന്ന് പറയുന്നത്. ഇങ്ങനെ 2 സ്റ്റെയിനും നമ്മുടെ ലീഷ്മാൻ സ്റ്റെയിനിങ്ങിനകത്ത് കാണും. ഓക്കെ, അപ്പൊ ഈ ലീഷ്മാൻ സ്റ്റെയിനിങ് നമ്മൾ പെരിഫറൽ ബ്ലഡ് സ്മിയറിനെയൊക്കെ സ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ബ്ലഡ് സെൽസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇപ്പൊ പ്രത്യേകിച്ച് WBCയുടെ ഒക്കെ കേസ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഗ്രാനുലോസൈറ്റ്സും അഗ്രാനുലോസൈറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കോമ്പണന്റും അസിഡിക് ആയിട്ടുള്ള കോമ്പണൻസും ഉണ്ട്. അപ്പൊ ഇതിനെ സെപ്പറേറ്റ്ലി സ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ആര് വേണം? ഈ 2 ടൈപ്പ് ഓഫ് സ്റ്റെയിനും വേണം. അങ്ങനെ 2 ടൈപ്പ് ഓഫ് സ്റ്റെയിൻസ് ഒരുമിച്ച് കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് സ്റ്റെയിൻസിനെയാണ് നമ്മൾ റൊമനോസ്കി സ്റ്റെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ആര്? ലീഷ്മാൻ സ്റ്റെയിൻ. അപ്പോൾ ഓർത്ത് വെക്കുക, ലീഷ്മാൻ സ്റ്റെയിനകത്തുള്ള അസിഡിക് കോമ്പണന്റ് ആണ് ഇയോസിൻ എന്ന് പറയുന്നത്. അതിലൊക്കെ ബേസിക് ആണ് മെത്തിലിൻ ബ്ലൂ അല്ലെ, ബ്ലൂ എന്ന് പറയുന്നത് ബി, അപ്പം ബേസിക്, അങ്ങനെ വല്ല ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇതാണ് പറയുന്നത് നമ്മുടെ ലീഷ്മാൻ സ്റ്റെയിനകത്ത് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, RBCs ആർ ലൈസ്ഡ് ബൈ അസറ്റിക് ആസിഡ് ഇൻ അല്ലെ, അതായത് നമ്മുടെ പൈലറ്റ് ഫ്ലൂയിഡ്, ഹിങ്കൽമാൻസ് ഫ്ലൂയിഡ്, ടേർക്സ് ഫ്ലൂയിഡ്, ഡാസീസ് ഫ്ലൂയിഡ്. ഇവിടെ നമ്മുടെ ഈ ഒരു RBCസിനെ ലൈസ് ചെയ്യുന്ന അസറ്റിക് ആസിഡ് ഉള്ളത് ടേർക്സ് ഫ്ലൂയിഡ് ആണ് കേട്ടോ. ടേർക്സ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് WBCനെയൊക്കെ എന്ത് ചെയ്യുന്നു? WBCനെ നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഡയല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ് ടേർക്സ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തൊരു സ്റ്റെയിനും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡും വരുന്നുണ്ട്. ഈ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RBCസിനെ ഒക്കെ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യുന്നു. നമുക്ക് ആരെ മാത്രം കണ്ടാൽ മതി? WBCനെ മാത്രം കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ഒരു ടേർക്സ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് WBCനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനകത്ത് കോമ്പണന്റ് ആയിട്ട് വരുന്ന ഈ ഒരു ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്ത് ചെയ്യും? നമ്മുടെ RBCസിനെയൊക്കെ ലൈസ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ്, ടേർക്സ് ഫ്ലൂയിഡ് ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സെൻട്രിഫ്യൂജ്ഡ് ബ്ലഡ് സാമ്പിൾ WBC അപ്പിയർ ആസ് എ ടോപ്പ് ലെയർ as a bottom layer between RBC and platelet, below the plasma and above the platelets. Okay, അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത്
ഓപ്ഷൻ സി ആണ്. അതായത് നമ്മളൊരു ബ്ലഡിന്റെ സാമ്പിൾ എടുത്തിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യുകയാണ്. സെൻട്രിഫ്യൂജ് ചെയ്യുന്ന സമയത്ത് മുകളിലൊരു പ്ലാസ്മ ലെയർ വരും, താഴെ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിന് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് RBC താഴെ വന്നിട്ട് അടിയും. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ഇടയ്ക്കായിട്ട് ഒരു ചെറിയ ഒരു ലെയർ, ഒരു സ്ട്രോ കളേർഡ് ആയിട്ടുള്ള ഒരു ലെയർ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വരും, ഒരു ബഫി കോട്ട് പോലത്തെ ഒരു ലെയർ നടുക്കായിട്ട് വരും. ഇവിടെ എല്ലാം RBC ആണ്. ഈ ഒരു ലെയറിനകത്താണ് നമ്മുടെ WBCയും പ്ലേറ്റ്ലെറ്റും കാണപ്പെടുന്നത്. അതിൽ തന്നെ എന്താണ്, ഈ ഒരു RBCക്ക് എന്ത് ചെയ്യുന്നു, അതായത് പ്ലാസ്മയുടെ ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, മുകളിലായിട്ട് പ്ലേറ്റ്ലെറ്റ് വരും. അത് കഴിഞ്ഞിട്ടാണ് എന്ത്, നമ്മുടെ ഈ ഒരു RBC വരുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ വന്നിട്ട് എന്താണ്, ബിറ്റ്വീൻ RBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്. അതായത് ഇവിടെ പ്ലാസ്മ, ഫസ്റ്റ് പ്ലേറ്റ്ലെറ്റ്, പിന്നെ WBC, അത് കഴിഞ്ഞ് RBC. ഓക്കെ, അപ്പം ആദ്യമേ പ്ലാസ്മ, പിന്നെ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് വരുന്നു, അത് കഴിഞ്ഞിട്ട് WBC വരുന്നു, അത് കഴിഞ്ഞിട്ട് RBC വരുന്നു. അപ്പോൾ ഈ ഒരു ഓർഡറിലായിരിക്കും അതിൻ്റെ ഒരു ഇത്. പക്ഷേ ഇത് നമുക്ക് ഇത്ര ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് അറിയാനായിട്ട് പറ്റത്തില്ല. കാര്യം പ്ലാസ്മയ്ക്കും RBCയും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഒരു ബഫി ലെയർ ആയിട്ട് ഒരുമിച്ചിട്ടായിരിക്കും ഈ പ്ലേറ്റ്ലെറ്റ്സും അതുപോലെ തന്നെ WBCയും കൂടെ കിടക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ്, ബിറ്റ്വീൻ RBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, റെറ്റിക്കുലോസൈറ്റ്സ് ആർ ഇമ്മച്വർ RBC, ഇമ്മച്വർ WBC, ആന്റിബോഡി പ്രൊഡ്യൂസിങ് സെൽസ് ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. ഓക്കെ, അപ്പം ഇമ്മച്വർ ആയിട്ടുള്ള RBC ആണ് നമ്മൾ റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, അതായത് RBC എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, എന്യൂക്ലിയേറ്റഡ് ആണ്, അതിന് ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകളാണ് RBC. പക്ഷേ ഈ റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, അതിന് ന്യൂക്ലിയസ് ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ RBC ബോൺ മാരോയിൽ ഡെവലപ്പ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇമ്മച്വർ ഫോമിലാണ് അല്ലെ, ചെറിയ വേറെ സെൽസ് ആയിട്ട് വന്നിട്ട് അത് പിന്നീട് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഫൈനലി RBC ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ ന്യൂക്ലിയേഷൻ ഒക്കെ നഷ്ടപ്പെടുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ലാസ്റ്റ് മെച്ചുറേഷൻ സംഭവിക്കുന്നതിന് തൊട്ട് മുന്നത്തെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ വരുന്ന സെല്ലുകളെയാണ് എന്ത്, റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇമ്മച്വർ ആയിട്ടുള്ള RBC ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ ഒരു RNA അല്ലെങ്കിൽ റൈബോസോമൽ RNAയുടെ ഒക്കെ നെറ്റ്വർക്ക്സ് പോലെ കാണപ്പെടും. ഓക്കെ, മെഷ് പോലെ കാണപ്പെടും. അതുകൊണ്ടാണ് ഇതിനെ റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇമ്മച്വർ ആയിട്ടുള്ള RBC ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലെങ്ത് ഓഫ് വെസ്റ്റർഗ്രൻസ് പിപ്പറ്റീസ്. ഓക്കെ, ഈ വെസ്റ്റർഗ്രൻസ് പിപ്പറ്റ് എന്ന് പറയുന്നത് നമ്മൾ ESR ഒക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പിപ്പറ്റാണ്. അപ്പം അതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 100 സെൻറ്റിമീറ്റർ, 100 മില്ലിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, 300 മില്ലിമീറ്റർ. അപ്പം ഈ ഒരു സൈഡിലുള്ള വാല്യൂം കൂടി നോക്കണം. ചിലപ്പോൾ ഇത് സെൻറ്റിമീറ്ററിലും കൊടുക്കാം, 300 സെൻറ്റിമീറ്ററിനും 300 മില്ലിമീറ്ററിനും ഒക്കെ കൊടുക്കാം. അപ്പം ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് എന്ത്, നമ്മൾ ഈ ഒരു 300 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് കാലിബ്രേഷൻ അല്ലെങ്കിൽ അത് മാർക്കിങ്സ് എത്ര വരെ ഉള്ളൂ, 0 to 200 വരെ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് 300 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. കാലിബ്രേഷൻ വന്നിട്ട് 0 to 200 ആണ് വരുന്നത് നമ്മുടെ വെസ്റ്റർഗ്രൻസ് പിപ്പറ്റിൻ്റെ. ഓക്കെ, അടുത്തത്, ഫോർ CBC ബ്ലഡ് ഈസ് കളക്ടഡ് വിത്ത് ആന്റികോയാഗുലന്റ്. അതായത് നമ്മുടെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എടുക്കുന്ന സമയത്ത് ഏത് ആന്റികോയാഗുലന്റ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലഡിനെ കളക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ, നോ ആന്റികോയാഗുലന്റ് ഈസ് യൂസ്ഡ്. ഓപ്ഷൻ ബി, സോഡിയം സിട്രേറ്റ്. ഓപ്ഷൻ സി, EDTA. ഓപ്ഷൻ ഡി, ഡബിൾ ഓക്സലേറ്റ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ വന്നിട്ട് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിന്റെ കേസിൽ എന്താണ്, നമ്മൾ EDTA എന്ന് പറയുന്നത് എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ് ആണ് കേട്ടോ. ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ് EDTA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എന്താണ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എടുക്കുന്ന സമയത്ത് ബ്ലഡിന്റെ മോർഫോളജിനെ അല്ലെങ്കിൽ ഷേപ്പിനെ ഒന്നും വ്യത്യാസം വരുത്താതിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ EDTA ആഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സോഡിയം സിട്രേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് കൊയാഗുലേഷൻ സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ടാണ്. കൊയാഗുലേഷൻ സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സോഡിയം സിട്രേറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ്, EDTA ആണ്. ഓക്കെ, കൗൾട്ടർ കൗണ്ടർ ഈസ് യൂസ്ഡ് ഫോർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കൗൾട്ടർ കൗണ്ടർ ഈസ് യൂസ്ഡ് ഫോർ ESR ഡിറ്റർമിനേഷൻ, പ്രോത്രോംബിൻ ടൈം, CBC, ബ്ലഡ് സ്മിയർ പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഈ കൗൾട്ടർ കൗണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു മെഷീൻ ടൈപ്പ് ഒരു ഡിവൈസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് CBC അല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, ഈ ഒരു കൗൾട്ടർ കൗണ്ടർ എന്ന് പറയുന്ന ആ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ്
ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ഡിലേ ഇൻ സെപ്പറേഷൻ ഓഫ് സീറം ഫ്രം ബ്ലഡ് റിസൾട്ടിൻ. അതായത് നമ്മൾ ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് ആണ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അവിടെ ഒരു ഡിലേ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ബ്ലഡിനെ സീറത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതിന് ഒരു ഡിലേ സംഭവിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിന് എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ ഹൈ ഗ്ലൂക്കോസ് ലെവൽ, ഓപ്ഷൻ ബി ലോ ഗ്ലൂക്കോസ് ലെവൽ, ഓപ്ഷൻ സി നോ ചേഞ്ച്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ വന്നിട്ട് എന്താണ്? ലോ ഗ്ലൂക്കോസ് ലെവൽ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തിട്ടല്ലേ പുറത്താണ് വെക്കുന്നത്, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലല്ല, പുറത്താണ് വെക്കുന്നത്. അപ്പോൾ ഈ RBCs എന്ത് ചെയ്യുന്നു? അപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുകയാണ്. അപ്പോൾ RBCയുടെ ഈ ഒരു ആക്ടിവിറ്റിക്ക് അതിന് ഫങ്ഷൻ ചെയ്യാനായിട്ട് എനർജി വേണം അല്ലേ? അപ്പോൾ ഈ എനർജിക്ക് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും? ഓൾറെഡി ഉള്ള ഗ്ലൂക്കോസിനെ അവർ യൂട്ടിലൈസ് ചെയ്യും. അപ്പം നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഗ്ലൂക്കോസ് ആണ്. പക്ഷേ ഇവിടെ ഉള്ള ഗ്ലൂക്കോസിന് എന്ത് ചെയ്യുന്നു? RBC അവരുടെ എനർജി റിക്വയർമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ യൂസ് ചെയ്യുമ്പം നമ്മൾ പിന്നീട് ഇത് സെപ്പറേറ്റ് ചെയ്യാതെയാണ് നമ്മൾ ഈ ഗ്ലൂക്കോസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഉള്ള ഗ്ലൂക്കോസിൽ നിന്ന് ഒരു വേരിയേഷൻ അല്ലെങ്കിൽ ഒരു ലോ ഗ്ലൂക്കോസ് വാല്യൂ കാണിക്കും. അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. കാര്യം ശരിക്കും ആ ഒരു ഹ്യൂമൻ ബോഡിയിൽ അതിനേക്കാളും കൂടുതൽ വാല്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഒരു ഡിലേ കാരണമാണ് ഗ്ലൂക്കോസ് അവിടെ യൂസ്ഡ് അപ്പ് ആയതുകൊണ്ട് ഒരു ലോ ഗ്ലൂക്കോസ് വാല്യൂ കാണിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഇൻ കേസ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ഡിലേ ഇൻ സെപ്പറേഷൻ ഓഫ് സീറം ഫ്രം ദ ബ്ലഡ് റിസൾട്ടിൻ എന്താണ്? ഓപ്ഷൻ ബി ആണ്, ലോ ഗ്ലൂക്കോസ് വാല്യൂ ആണ്. ഇനി അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഡയബറ്റിസ് മെലിറ്റസ് ഫ്രൂട്ടി ഓർഡർ ഓഫ് യൂറിൻ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്. അതായത് ഡയബറ്റിസ് അല്ലെ, നമ്മുടെ പ്രമേഹമുള്ള ആളുകളിലൊക്കെ എന്താണ്? ഫ്രൂട്ടി ഓർഡർ ഓഫ് യൂറിൻ, അവരുടെ യൂറിനിൽ ഒരു ഫ്രൂട്ടി ഓർഡർ ഉണ്ടായിരിക്കും. അതായത് ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ പോലത്തേക്ക് ഒരു മണം ഉണ്ടായിരിക്കും. ഓക്കെ, അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗ്ലൂക്കോസ്, ഓപ്ഷൻ ബി പ്രോട്ടീൻ, ഓപ്ഷൻ സി പസൽ, ഓപ്ഷൻ ഡി അസറ്റോൺ. ഓക്കെ, നമുക്കറിയാം അവരുടെ ബോഡിയിൽ എന്താണ്? ഗ്ലൂക്കോസിൻ്റെ ലെവലൊക്കെ കൂടുതലാണ്, പക്ഷേ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൊണ്ടല്ല ഈ ഒരു മണം വരുന്നത്. അതിൻ്റെ കാരണം ഓപ്ഷൻ ഡി അസറ്റോൺ ആണ്. കാര്യം ഇവരുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു? ഫാറ്റിൻ്റെ യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഈ അസറ്റോൺ പോലത്തെ ബോഡീസ്, കീറ്റോൺ ബോഡീസ് ഫോം ചെയ്യും. അസറ്റോൺ എന്ന് പറയുന്നത് കീറ്റോൺ ആണ്. ഓക്കെ, കീറ്റോൺ ബോഡീസ് ആണ്. ഈ കീറ്റോൺ ബോഡീസ് മൂലമാണ് എന്ത്? ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഈ പറഞ്ഞോണൊക്കെ അവരുടെ യൂറിൻ ഒരു ഫ്രൂട്ടി ഓർഡർ വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തേക്കുന്നത്. അപ്പം MLTയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻസ്, ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സസ് ഒക്കെ ഓൺഗോയിങ് ആണ്. അപ്പം ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ, ഇതുവരെയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർക്ക് ഇനിയാണെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങളിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ മുകളിൽ കൊടുത്തേക്കുന്ന നമ്പർ 8589083568 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. കൂടാതെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ലിങ്കിൽ ജോയിൻ ചെയ്തതിന് ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. താങ്ക് യു.